ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊല്ലത്ത് പോയി ഇറങ്ങിയതാണ്. രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ഞങ്ങളുടെ ഒരുക്കമൊക്കെ ഒരുങ്ങി വന്നപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അല്ല കേട്ടോ, സോറി, അല്ലൂട്ടിയുണ്ട്. അല്ലുവിനെ വീട്ടിലാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അല്ലു ഉണർന്നു കഴിഞ്ഞാൽ ഒടുക്കത്തെ വാശി, ആരുടെയും കയ്യിൽ ഇരിക്കത്തുമില്ല. അപ്പോൾ പിന്നെ ഒരു ചോയ്സേ ഉള്ളൂ, അല്ലുവിനെ കൊണ്ടുപോകാം. പിന്നെ അല്ലുവിനെയും കൊണ്ട് ഞങ്ങൾ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലോട്ടോ. കുക്കുചിക്ക് കുറച്ച് സാധനം അവിടെ വരും, അപ്പോൾ അത് കളക്ട് ചെയ്യാനാണ് നമ്മൾ പോയത്. പിന്നെ എനിക്ക് ചാത്തന്നൂർ വീട്ടിലും കൂടെ പോകണമായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഉച്ചയായതുകൊണ്ട് ഒടുക്കത്തെ ചൂടായിരുന്നു. ചൂടിൻ്റെ മാത്രമല്ല, ഇവൾക്ക് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ഒടുക്കത്തെ ദാഹവും. അയ്യോ, സഹിക്കാൻ പറ്റുന്നില്ല. കൊല്ലത്തെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങ് ചെന്നപ്പോൾ ഞങ്ങൾ വെച്ചാൽ ട്രെയിൻ പോയി കാണുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ചെന്ന് 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ട്രെയിൻ വന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് ദാഹം സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരു ഫ്രൂട്ടിയൊക്കെ മേടിച്ച് കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് സാധനം കളക്ട് ചെയ്തിട്ട് നമ്മൾ അടുത്ത് പോയത് ഫലൂഡ കുടിക്കാനാണ്. കുക്കുച്ചി എന്നെ കൊണ്ടുവരേ നിനക്ക് ഫലൂഡ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ കയറിയപ്പോഴത്തേക്ക് ഞങ്ങൾ നല്ല തളർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സൈഡിലത്തെ സീറ്റിൽ അല്ലുവിനെ കിടത്താൻ സ്ഥലം കിട്ടിയോണ്ട് അത് വലിയ ഉപകാരമായി. കാര്യം അവളെ ആണെങ്കിൽ മാറിയും തിരിഞ്ഞ്, കുക്കുച്ചി വണ്ടി ഓടിക്കുന്നതുകൊണ്ട് മാറിയും തിരിഞ്ഞ് ഞാൻ എടുത്തിട്ട് എൻ്റെ കൈ രണ്ട് നല്ല വേദനയായിരുന്നു. അപ്പോൾ പിന്നെ സൈഡിൽ സീറ്റ് കിട്ടിയോണ്ട് അവളെ അവിടെ സേഫായിട്ട് കിടത്തി ഇങ്ങനെ ബാഗും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫലൂഡയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാര്യം ഇനി ഞങ്ങൾക്ക് തിരിച്ച് ചാത്തന്നൂർ പോകണം. ചാത്തന്നൂർ പോയിട്ട് എനിക്ക് കുറച്ച് സാധനം എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് അല്ലുവിനെ ഫാനിൻ്റെ അടിയിൽ കിടത്തിക്കോ, കുക്കുച്ചി ആരോടോ സംസാരിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ചാത്തന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം കുറേ ലേറ്റായി, രാത്രിയായി. പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി നല്ലപോലെ പൊഴിയുന്നുണ്ട്. ശരിക്കും വീഡിയോ എടുത്തപ്പോൾ ഞാൻ അതാ ഇങ്ങനെ നോക്കിയത്. തിരിച്ച് വരുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി ഗൈസ്. തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.